ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ SIB മിറർ പ്ലസ് എന്ന ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൂടുതലും ഇതിൻ്റെ പാർശ്വഫലം വിദേശത്തുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. ഇത് വിദേശത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്ലിക്കേഷനാണ്. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കുടെ ഒരു ട്രാൻസാക്ഷൻ ആപ്ലിക്കേഷനാണ്. നമുക്കത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ കയറി SIB മിറർ പ്ലസ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഞാൻ അത് ഓപ്പൺ ആക്കിയാണ്. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഇങ്ങനെയുള്ള ഒരു സ്ക്രീനാണ്. അതിൻ്റെ അടിയിലായി കാണാൻ നമുക്ക് മൈ അക്കൗണ്ട് എന്നൊരു ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായി കാണാം അക്കൗണ്ട് നമ്പർ, അവസാനത്തെ 5 നമ്പർ അടിക്കാനാണ്. അപ്പോൾ ഞാൻ അടിക്കുകയാണ്. അതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കൺട്രി കോഡ് എൻ്റെ മൊബൈൽ നമ്പർ. ഇത് അടിക്കുമ്പോൾ നാം കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ തന്നെ അതിൽ അടിക്കാൻ നോക്കണം. ഓക്കെ, ഞാൻ അവസാനം രജിസ്റ്റർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു OTP നമ്പർ വരും, മെസ്സേജ് വരും. അതാണ് ഞാൻ ചോദിക്കുക, 1 ടൈം പാസ്വേഡ്. അത് ഫോണിലേക്ക് വരുന്ന മെസ്സേജാണ്. അത് വന്നിരിക്കുകയാണ്. ഓക്കെ, അത് ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മളോട് പാസ്വേഡാണ് ചോദിക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡും കൊടുക്കാം. അതിൽ രണ്ടും ഉൾപ്പെടുത്തണം, നമ്പറും ഉൾപ്പെടുത്തണം, അതുപോലെ അക്ഷരങ്ങളും ഉൾപ്പെടുത്തണം. അത് എന്തും ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും കൊടുക്കുകയാണ്. അതിനുശേഷം എൻ്റെ അക്കൗണ്ട് ആക്ടിവേഷനായി വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും കൊടുക്കണം. അതില്ലാതെ അത് ഇൻവാലിഡായി വരുന്നതാണ്. ഇത് ഞാൻ കൊടുക്കാൻ കാരണം എൻ്റെ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്, എല്ലാത്തിനും പാസ്വേഡ് ഇതാണ്. അതുകൊണ്ടാണ് അത് കൊടുത്ത് ഞാൻ സേവ് ചെയ്തത്. അതപ്പോൾ എൻ്റെ ഇപ്പോൾ മൊബൈൽ 3695 രൂപയുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്ലിക്ക് ചെയ്താൽ എനിക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് ഡീറ്റെയിൽസ്, മിനി സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ട്രാൻസാക്ഷൻ എന്നാണ്. ഇത് നമ്മളുടെ അക്കൗണ്ട് ആക്കിയ ഡീറ്റെയിൽസുകളാണ്. ഇനി നമ്മൾ പണം അയച്ചതായാലും വന്നതായാലും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഇവിടെ ഉണ്ടാവും. അതുപോലെ തൊട്ടടുത്തായി കാണാം ട്രാൻസാക്ഷൻ, ഡേറ്റ് ആൻഡ് ഡേറ്റ്. അത് നമുക്ക് ഓരോ മാസത്തിൽ കൃത്യമായ പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു അക്കൗണ്ടിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് എന്ന്. അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ 3 ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് മുകളിൽ അക്കൗണ്ട് എന്നുള്ളതിൻ്റെ മുകളിൽ 3 ലൈൻ വരെ കാണാം. ഇതിൽ നാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും അക്കൗണ്ട്, ട്രാൻസാക്ഷൻ ഫോണ്ട്, മാനേജ് പേ, ഇ-ഡോക്ക്, റിക്വസ്റ്റ് സർവീസ്, ഇൻഫർമേഷൻ, അൺലിമിറ്റഡ് സർവീസ്, സോഷ്യൽ മണി, പ്രൊഫൈൽ, ലോഗൗട്ട്. ഇതുപോലെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ടോപ്പിക് എന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് എൻ്റെ ഓരോ വീഡിയോകളും വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള മണി ചിഹ്നം അടിക്കുക എന്ന് സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാ ഫ്രണ്ട്സുകളോടും ഗുഡ് ബൈ.